പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 130 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ 128 എപ്പിസോഡിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9 അധ്യായം 1 വാക്യത്തിൽ ഒരു കാര്യം കണ്ടു. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലേക്ക് എത്തി എന്ന്. എന്നാൽ അത് കഫർനാമാണ് എന്നും നമ്മൾ കണ്ടു. എന്നാൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6 അധ്യായം 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. സ്വന്തം നാട്ടിലെത്തി. 9:1 സ്വന്തം പട്ടണത്തിലെത്തി. എയ്സ്തേൻ ഇദിയാൻ പോളിൻ, അതാണ് സ്വന്തം പട്ടണത്തിലെത്തി എന്നുള്ളതിൻ്റെ പ്രയോഗം. അതേസമയം 6:1 നമ്മൾ എന്താ വായിക്കുന്നത്? എയ്സ്തേൻ പത്രീദ ഔത്തു. എയ്സ്തേൻ പത്രീദ ഔത്തു. പാത്രിസ്. എന്താ പാത്രിസ്? പാത്തേർ എന്നാൽ അപ്പൻ എന്നാണ് അർത്ഥം. പാത്രിസ് എന്നാൽ പാത്രിസ് പാത്രീദോസ്, അതാണ് അതിൻ്റെ രീതി. പാത്രിസ് എന്ന് വെച്ചാൽ അപ്പൻ്റേത്, അപ്പൻ്റെ നാട്. നമ്മൾ പേട്രിയറ്റിസം എന്ന് പറയില്ലേ, പാത്രിയ എന്ന് ഇറ്റലിക്കാർ പറയും. പാത്രിയ ജന്മനാട്. നമ്മൾ സാധാരണ മാതൃരാജ്യം എന്നാണ് നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയാറ്. അതേസമയം മിക്ക ഇടത്തും അവർ അമ്മയുടെ രാജ്യം എന്നുള്ളതിനേക്കാൾ അപ്പൻ്റെ രാജ്യം എന്നാണ് പറയാറ്. അപ്പോൾ ഈ പാത്രിസ് എന്നത് അപ്പൻ്റേത്, അപ്പൻ്റെ നാട് എന്നാണ്. നോക്കൂ, ഇവിടെ എയ്സ്തേൻ പത്രീദ ഔത്തു എന്ന് പറയുമ്പോൾ തൻ്റെ പിതൃരാജ്യമായ പിതൃനാടായ നസ്രത്ത് എന്നാണ് അർത്ഥമാക്കുന്നത്. നസ്രത്തിനെ സൂചിപ്പിക്കാനാണ് ഈ എയ്സ്തേൻ പത്രീദ ഔത്തു. കഫർനാമിനെ സൂചിപ്പിക്കാനാണ് എയ്സ്തേൻ ഇദിയാൻ പോളിൻ. ഈ വ്യത്യാസം മനസ്സിൽ നിൽക്കട്ടെ. ഇനി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6 അധ്യായം 4 വാക്യത്തിലും ഇതേ പദം ഒരിക്കൽ കൂടി വരുന്നുണ്ട്. എൻ തേ പത്രീദി ഔത്തു. പ്രവാചകൻ സ്വന്തം നാട്ടിൽ, അതാണ് സ്വദേശത്ത്. സ്വദേശത്ത് പല ബന്ധുജനങ്ങളുടെ ഇടയിൽ എന്നൊക്കെയുണ്ട്, പക്ഷേ ആ സ്വദേശത്ത് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നതാണ് എൻ തേ പത്രീദി ഔത്തു. സ്വന്തം പിതൃനാട്ടിൽ അവഗണിക്കപ്പെടുന്നത്രേ. അപ്പോൾ നോക്കുക, ഞാൻ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് ഈ പാത്രിസ് പ്രയോഗത്തെയാണ്. അതേസമയം ഈദിയ പോളിസ്, വൺസ് ഓൺ ടൗൺ ഓർ ഹോം ടൗൺ എന്നുള്ളത് വേറൊരു അർത്ഥമാണ്. അതേസമയം പാത്രിസ് എന്നുള്ളതിന് മറ്റൊരു അർത്ഥമാണ്. ഈശോ ബാല്യവും യൗവനവും ചെലവഴിച്ചത് നസ്രത്തിലാണ്. 30 വർഷത്തോളം ഈശോ ജീവിച്ച ആ പാത്രിസ് ആണ് നസ്രത്ത്. കഫർനാമിൽ നിന്ന് 30 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറിയുള്ള സ്ഥലമാണ് നസ്രത്ത്. നസ്രത്തിൽ നിന്ന്
കഫർനാമിലേക്കുള്ള നടപ്പ് ദൂരം ഏതാണ്ട് ഒരു ദിവസത്തേതാണ് എന്ന് കരുതപ്പെടുന്നു. പ്രത്യേകിച്ച് കയറ്റവും ഇറക്കവും ഒക്കെയുള്ള സ്ഥലം ആയതിനാൽ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പാത്രിസ്, ഈശോയുടെ പേരോടുകൂടി നമുക്ക് കാണാൻ കഴിയും. നസറായനായ യേശു, നസറായനായ യേശു. മത്തായിയുടെ സുവിശേഷം 26:71, മർക്കോസ് 1:24, 10:47, ലൂക്ക 4:34, 18:37, 24:19, യോഹന്നാൻ 1:45, 18:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ, യോഹന്നാൻ തന്നെ 19:19, അപ്പസ്തോല പ്രവർത്തനത്തിൽ 2:22, അപ്പസ്തോല പ്രവർത്തനം 3:6, 26:9, ഇങ്ങനെ എല്ലായിടത്തും നമ്മൾ യേശുവിനെ സ്വന്തം പാത്രിസുമായി ചേർത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണാം. നസറായനായ യേശു. അതെ, ഈശോയുടെ മാതൃനാട്, കുറച്ചുകൂടി അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പിതൃനാട്, അത് നസ്രത്ത് ആയിരുന്നു. അക്കാലത്ത് തീരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു ഗ്രാമം, ആർക്കും അത്ര ഹൃദ്യമല്ലാത്ത, പരിചിതമല്ലാത്ത, അത്ര ബഹുമാനം തോന്നാത്ത ഒരു ഗ്രാമം. നസ്രത്ത് നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്നൊരു ചൊല്ലുപോലും നിലവിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഈശോ തൻ്റെ 30 വർഷവും, ജീവിതത്തിലെ 30 വർഷവും അത്രയ്ക്ക് ലളിതമായ, അത്രയ്ക്ക് കുഗ്രാമമെന്നറിയപ്പെട്ടിരുന്ന, അത്രയ്ക്ക് അവഗണിക്കപ്പെട്ടിരുന്ന ആ നാട്ടിലാണ് ഈശോ ജീവിച്ചത്. അതെ, നസറായനായ യേശു എന്ന പേര് തന്നെ ഈശോയുടെ ഏറ്റവും താഴ്ന്ന രീതിയിലുള്ള ആ തിരഞ്ഞെടുപ്പ്, ഏറ്റവും എളിവനായി ജീവിക്കാനുള്ള തിരഞ്ഞെടുപ്പ്, തന്നെ പൂർണ്ണമായും ദാസനാക്കുന്ന ഈശോയുടെ ആ മനോഭാവം, ഇതെല്ലാം ഈ നസറായനായ യേശു എന്ന സംജ്ഞയിൽ അടങ്ങിയിരിപ്പുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം. വചനപദസാരം, തിരുവചനപദസാരം, തിരുവചനപദസാരം, തിരുവചനപദസാരം.